ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന കൂലി വർക്കർ എക്സാമിൻ്റെ മാത്സിൻ്റെ ആൻസറൊക്കെയാണ് നോക്കുന്നത്. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? 31, 41, 51, 61. ഏതാണ് കൂട്ടത്തിൽപ്പെടാത്തത്? 51. എന്തുകൊണ്ടാണ് കൂട്ടത്തിൽപ്പെടാത്തത്? അത് പ്രൈം നമ്പർ അല്ല, ബാക്കിയെല്ലാം പ്രൈം നമ്പറാണ്. നീ ജനിച്ചപ്പോൾ എനിക്ക് നിൻ്റെ ഇപ്പോഴുള്ള അതേ പ്രായമായിരുന്നു, അച്ഛൻ മകനോട് പറഞ്ഞു. അച്ഛൻ ഇപ്പോൾ 50 വയസ്സുണ്ടെങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? 25. അച്ഛന് 25 വയസ്സുള്ളപ്പോഴാണ് മകൻ ജനിച്ചത്. ഓക്കെ, അപ്പോൾ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം 25, ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, -1/5 പ്ലസ് -1/101 പ്ലസ് -1/200 പ്ലസ് -1/702. ഇതിൻ്റെ ആൻസറാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. -1/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. അതായത് നെഗറ്റീവ് നമ്പറിൻ്റെ റൈസ് ടു ഒരു ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ -1. അടുത്ത എന്തോ അവർ പറഞ്ഞിരിക്കുന്നത് -1/101, അതും ഓഡ് നമ്പർ തന്നെയാണ്. അപ്പം പ്ലസ് -1 -1/200 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? അത് ഈവൻ നമ്പറാണ്, അതുകൊണ്ട് +1. -1/702 അതിനും ഒരു ഈവൻ നമ്പറാണ്, അതിപ്പോൾ +1. അപ്പോൾ -2 + 2 0 ആണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, 3030 ഡിവൈഡ് ബൈ 15 പ്ലസ് 15. ഇതിൻ്റെ ആൻസർ വരുന്നത് 217 എന്നാണ്. 3030 ഡിവൈഡ് ബൈ 15 എന്ന് പറയുന്നത് 202 ആണ്. 202 പ്ലസ് 15, ഇതായത് ബോട്ട് മാസ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ആദ്യം ബ്രാക്കറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നീട് വരുന്ന ഡിവിഷൻ. ആദ്യം 3030 ഡിവൈഡ് ബൈ 15 ചെയ്യുക, പിന്നെ ആ കിട്ടിയ ആൻസറിൻ്റെ കൂടെ 15 കൂടെ കൂട്ടുക. നെക്സ്റ്റ് വൺ, രണ്ട് സംഖ്യകളുടെ ലസാഗു 108 ഉസാഗ 18 അവയിൽ സംഖ്യകളൊന്ന് 54 ആയാൽ മറ്റേ സംഖ്യ ഏത്? ഇവർ തന്നിട്ടുണ്ട് LCM 108 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, LCM 108 എന്ന് തന്നിട്ടുണ്ട്, HCF 18 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ LCM × HCF ആണ് നമ്മുടെ നമ്പർ എന്ന് പറയുന്നത്. LCM × HCF ആണ് നമ്പർ എന്ന് പറയുന്നത്. പക്ഷേ ഇവർ തന്നിരിക്കുന്നതിൽ ഒരു നമ്പറേ തന്നിട്ടുള്ളൂ. അപ്പോൾ LCM × HCF എന്ന് പറയുന്നത് ഒരു നമ്പറേ തന്നിട്ടുള്ളൂ. തന്നിരിക്കുന്ന X ആണ്, അടുത്തത് Y ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ 108 × HCF എന്ന് പറഞ്ഞാൽ 18 സമം 54 × Y. ഓക്കെ, അപ്പോൾ നമുക്ക് Y എങ്ങനെ കണ്ടുപിടിക്കാം? Y കണ്ടുപിടിക്കണമെങ്കിൽ 108 × 18 ഡിവൈഡഡ് ബൈ 54 ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എത്ര വരും? 18, 54 2 108. അപ്പോൾ 18 2 36, ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ചെറുത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ചെറുത് 8/13 ആണ്. ഇത് ഓരോ നമ്പറിനെയും വെച്ച് ചെയ്യണം. അതായത് 7/13, ആദ്യം 7/11 × 8/13 കമ്പയർ ചെയ്യുക. അപ്പോൾ 13 × 7 എത്രയാണ് വരുന്നത്? 3 7 21, ശിഷ്ടം 2 വരും, 7 1 7 9 വരും. അപ്പോൾ 91 എന്ന് വരും. ഇവിടെ എത്ര വരും? 11 × 8 എത്ര വരും? 88 വരും. അപ്പോൾ ഇന്ന് ഏതാ ചെറിയ നമ്പർ? 88 ആണ് ചെറിയ നമ്പർ, നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് അടുത്തത് ഈ 8/13 നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത നമ്പറുമായിട്ട് കമ്പയർ ചെയ്യുക. അതായത് 2/3 അടുത്ത 2/3 കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 8 24 വരും. 8 × 3 24, 13 2 26. അപ്പോൾ അന്നേരവും ചെറിയ നമ്പർ ഏത് തന്നെയാണ്? ചെറിയ നമ്പർ 8/13 തന്നെയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ 8/13 5/8 വെച്ച് കമ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് 5/8 വെച്ച് കമ്പയർ ചെയ്യുക. അപ്പോൾ n 64, 13 × 5 എത്ര വരും? I 3 15, ശിഷ്ടം 1 I 1 5 65. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ 64 ഉണ്ട്, 65. അതിൽ ചെറിയ നമ്പർ ഏതാ? 64. അപ്പം 13/8 ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, 5/6.625 = 0.7547 ആയാൽ 5/6625 എത്രയാണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇത് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, ഇവർ തന്നിരിക്കുന്നത് 5 / 6.625 ആണ് 0.7547 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോയിന്റ് മാറ്റി എഴുതുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിക്ക് സിംപ്ലിഫൈ ചെയ്യുന്നത്? 1000 വെച്ച് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ. ഇപ്പോൾ 5000 / 600/625 എന്ന് പറയുന്നത് ആ കിട്ടുന്ന ആൻസറാണ് ഈ തന്നിരിക്കുന്നത് പോയിൻറ്റ്സ്. അപ്പോൾ 5 / 625 എന്നുള്ളത് എന്താണെങ്കിലും വളരെ ചെറുതായിരിക്കും. അപ്പം എത്ര സ്ഥാനം മാറും?
6.625 എന്ന് പറയുമ്പോൾ എത്ര സ്ഥാനം മാറും? 1000 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ, അപ്പം 3 സ്ഥാനം മാറും. അപ്പോൾ ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. 1000 വെച്ചിട്ട് 3 സ്ഥാനം എന്തായിരിക്കും? ആൻസറിന് അങ്ങോട്ടേക്ക് നീങ്ങും. അപ്പം 0.0007547 അങ്ങനെ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. നെക്സ്റ്റ് 1/√36/64 ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അല്ല സോറി, √1 × 36/64. ഇത് വിഷമ ഭിന്നമാണ്. ഇതിന് മിശ്ര ഭിന്നത്തിന് നമുക്ക് സാധാരണ ഭിന്നത്തിലേക്ക് മാറ്റാം. അപ്പോൾ എത്ര വരും? 64 × 1 64 + 36 100/64 എന്ന് വരും. 100/64 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? നമുക്ക് സ്ക്വയർ റൂട്ട് മാറ്റുമ്പോൾ എത്ര എഴുതാം? 100ന് നമുക്ക് 10 സ്ക്വയർ റൂട്ട് മാറുമ്പോൾ എത്ര വരും? 4 വെച്ചിട്ട് ഇതിനാദ്യം നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. ഓക്കെ, സോറി, 100/64 എന്ന് പറയുമ്പോൾ എത്ര വരും? 10 എത്ര വരും? ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നോക്കട്ടെ ഒരു നിമിഷം. 25 4 100, 25 4 100, പിന്നെ എത്ര വരും? പിന്നെ 4 വെച്ചാകുമ്പോൾ 16 4 64. അപ്പോൾ 25/16 എന്ന് വരും. ഇപ്പോൾ 25/16 നമുക്ക് റൂട്ട് മാറ്റിയിടുമ്പോൾ 5/4 എന്ന് വരും. 5/4 എന്ന് വരുന്ന ഏതാ ഇതിനകത്ത്? 1 4 1 4 4 1 5/4. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് 9 സംഖ്യകളുടെ ശരാശരി 80 ആണ്. ഇതിൽ ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 70, അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി 90 അഞ്ചാമത്തെ സംഖ്യ ഇത്. ഇവർ തന്നിട്ടുണ്ട് 9 സംഖ്യകളുടെ ശരാശരി 80 ആണ്. അപ്പോൾ 9 × 80 എത്ര വരും? 9 720 ആണ് ഇവരുടെ ആകെ ശരാശരി എന്ന് പറയുന്നത്. ഇതിനുശേഷം ഇവർ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 70. അപ്പോൾ ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുമ്പോൾ 4 × 70, പിന്നെ എത്രയാണ് വരുന്നത്? പ്ലസ് അടുത്ത 4 സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 90. അപ്പോൾ 4 × 90 എന്ന് വരും. അപ്പോൾ എത്ര വരും? മൊത്തം 280 പ്ലസ് എത്ര വരും? 280 പ്ലസ് 360 എന്ന് വരും ഇല്ലേ? 360 40 400 40 440 200 640 ആണ്. മൊത്തം 8 പേരുടെ 640 ആണ് നമുക്ക് കിട്ടി. മൊത്തം 9 പേരുടെ 720 ആണ് നമുക്ക് അറിയുകയും ചെയ്യാം ഇല്ലേ? അപ്പോൾ നമുക്ക് ബാക്കി എങ്ങനെ കണ്ടുപിടിക്കാം? 720 മൈനസ് 640 ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ ഇല്ലാത്ത ആളുടെ ശരാശരി നമുക്ക് കിട്ടും. അത് 80 തന്നെയാണ്. ഓക്കെ, ആൻസർ എ തന്നെയാണ് കിട്ടുന്നത്. നെക്സ്റ്റ് 600 രൂപയ്ക്ക് 20% ലാഭത്തിൽ വിറ്റ ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില എത്ര? 600 രൂപയ്ക്ക് 20% ലാഭത്തിൽ. 600 രൂപയ്ക്ക് വിറ്റത് എത്രയാണ്? 20% ലാഭത്തിൽ വിറ്റപ്പോഴാണ് അയാൾക്ക് 600 രൂപ കിട്ടിയത്. അപ്പം 120% 600 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ 100% എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 100% എത്രയാ? 600 ÷ 120 × 100 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 500 ആണ് ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ എ. 600 ÷ 120 × 100 എന്ന് പറയുമ്പോൾ എത്ര വരും? 500 ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 3 മണിക്കൂറിൽ 180 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കിയെങ്കിൽ അതേ വേഗതയിൽ ആ കാർ 110 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം ഇവർ പറഞ്ഞിട്ട് 3 മണിക്കൂറിൽ 180 കിലോമീറ്റർ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 1 മണിക്കൂറിൽ എത്ര പോകും? 3 മണിക്കൂറിൽ 180 കിലോമീറ്റർ ആണെങ്കിൽ 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ പോകും. 1 മണിക്കൂറിൽ എത്ര കിലോമീറ്റർ പോകും? 60 കിലോമീറ്റർ 1 അവറിൽ പോകും. ഇപ്പോൾ 110 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും 1 മണിക്കൂർ 2 മണിക്കൂറിൽ 120 കിലോമീറ്റർ പോകും. 110 കിലോമീറ്റർ മതിയായതുകൊണ്ട് നമുക്ക് 1 മണിക്കൂർ 50 മിനിറ്റ് ആണെന്ന് കിട്ടും. ഇനി അടുത്തത് √3249 = 57. √3 ആണെങ്കിൽ √3249 + √32.49 + √324900 മൈനസ് ഇതെന്ന് പറഞ്ഞാൽ എത്രയാണെന്നാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? √3249 എത്രയാണ്? 57 ആണെന്ന് അവർ തന്നിട്ടുണ്ട്. 57 പ്ലസ്
32.49 എത്രയാണെന്ന് പറയാം. ഒരു നിമിഷം, നമുക്ക് എന്തായാലും ഡെസിമൽ പ്ലേസ് ഒക്കെ വരും, അപ്പം നമുക്കതനുസരിച്ച് എഴുതാം. 3249 59 ആണ് തന്നിട്ടുണ്ട്, 57 ആണ് തന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് എഴുതും 57.00 ഇട്ട് വെച്ചേക്കാം, ആവശ്യം വരും. ഇനി 32.49 എന്ന് പറയുമ്പോൾ ഇതിൽ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പോൾ റൂട്ടിന് പുറത്തേക്ക് വരുമ്പോൾ എത്ര ഡെസിമൽ പ്ലേസേ കാണത്തുള്ളൂ? ഒരു ഡെസിമൽ പ്ലേസേ കാണത്തുള്ളൂ. അപ്പോൾ 5.7 എന്ന് വരും. ഓക്കെ. ഇനി 324900. അപ്പോൾ 3249 57 ആണെന്നറിയാം. 00 വരുമ്പോൾ ഒരു 0യും കൂടെ അതിനകത്തേക്ക് വരും. അപ്പോൾ എന്ത് വരും? 570 എന്ന് വരും. ഓക്കെ, 570 എന്ന് വരും. ഇനി അടുത്തത് ഇത്രയും നമുക്ക് സം ചെയ്ത് കെടുക്കണം. ഓക്കെ, പ്ലസ് 0.7 7 3 10 12 ശിഷ്ടം 1 7 5 12 1 13 ശിഷ്ടം 1 5 1 6 632.7 എന്ന് കിട്ടും. അതിൽ നിന്ന് നമ്മൾ ഈ 0.3249 വാല്യൂ കുറയ്ക്കണം. 0.3249 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും വരുന്നത്? 0.324. ഇതിനകത്ത് 4 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പം നമുക്ക് അത് പുറത്തേക്ക് എടുക്കുമ്പോൾ എത്ര ഡെസിമൽ പ്ലേസ് ആകും? 2 ഡെസിമൽ പ്ലേസ് ആകും. അപ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? 0.57 ഇതിൽ നിന്ന് കുറയ്ക്കണം. 0.57 കുറയ്ക്കണം. അപ്പോൾ 10 നിന്ന് 7 പോകുമ്പോൾ എത്രയാണ് വരുന്നത്? 3. പിന്നെ എത്ര വരും? ഇവിടെ 6 നിന്ന് 5 പോകുമ്പോൾ 1. 0.13 വരും. അപ്പോൾ 632.13 ആണ് ആൻസറായിട്ട് വരുന്നത്, ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് വൺ 50 രൂപയ്ക്ക്. ഒരു നിമിഷം, കാണുന്നില്ലേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ? ഒരു വല്ലാതെ ഇരിക്കണേ, നോക്കട്ടെ ഒരു നിമിഷം. 50 രൂപയ്ക്ക് 10 ഓറഞ്ച് വീതം വാങ്ങി അതേ വിലയ്ക്ക് 8 ഓറഞ്ച് വീതം വിറ്റാൽ കിട്ടുന്ന ലാഭശതമാനം എത്ര? 50 രൂപയ്ക്ക് 10 ഓറഞ്ച് വാങ്ങിച്ചു. അപ്പോൾ അയാൾ വാങ്ങിയത് 50 രൂപയ്ക്ക് 10 ഓറഞ്ച് വാങ്ങിച്ചു. ഓക്കെ, എന്നിട്ട് 50 രൂപയ്ക്ക് 8 ഓറഞ്ച് വിറ്റു. അപ്പോൾ അയാൾക്ക് എത്ര ഓറഞ്ച് കയ്യിലുണ്ട്? അയാളുടെ കയ്യിൽ 2 ഓറഞ്ച് ഉണ്ട്. 2 ഓറഞ്ച് അയാളുടെ ലാഭമാണ്. അപ്പം മൊത്തം ലാഭശതമാനം എത്രയായിരിക്കും? 20% ലാഭശതമാനം വരുന്നത്. നെക്സ്റ്റ് വൺ -7 + 5 × -3 + 7 × -2 + 13 - 5 + 40 ÷ 2. അതാദ്യം നമുക്ക് -7 + 5 × -3 എത്രയാണ് വരുന്നത്? -15. -7 × -2 -× +14 +13 -5 14 ÷ 2 എത്രയാ? +7. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ -7 +7 ക്യാൻസൽ. -15 +14 എന്ന് പറയുമ്പോൾ എത്ര വരും? -1 -1 -5 -6 -6 + 13 എത്ര വരും? 6 7 13. അപ്പോൾ ആൻസർ വരുന്നത് +7 ആണ് ആൻസറായിട്ട് വരുന്നത്. 97th ക്വസ്റ്റ്യൻ 4 7 12 19 നെക്സ്റ്റ് നമ്പർ ഇല്ല 39. ഇപ്പോൾ എത്ര? 4 3 7 7 5 12 12 7 19 19 9 എത്രയാണ് വരുന്നത്? 19 9 28 28 11 39. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കിക്കോ. 1ൻ്റെ ക്യൂബ് 1, 2ൻ്റെ ക്യൂബ് 8, 4ൻ്റെ ക്യൂബ് 64. അപ്പോൾ 3ൻ്റെ ക്യൂബ് എത്രയാണ്? 27. ഓപ്ഷൻ സി ആണ് വരുന്നത്. സമാനമല്ലാത്തത് ഏത്? ഇതിൽ 2 3 5 5 3 8 8 3 11. അപ്പോൾ 3 ഡിഫറൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 3 4 7 7 4 11 11 4 15. അപ്പോൾ എല്ലാം തമ്മിൽ ഈക്വൽ ഡിഫറൻസ് ആണ് വരുന്നത്. 4 5 9 9 5 14 14 5 19. അപ്പോൾ അതും ശരിയാണ്. ഇനി അടുത്ത 5 6 11 11 6 17 17 6 എത്രയാണ് വരേണ്ടത്? 23 ആണ് വരേണ്ടത്. 22 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതാണ് ആൻസർ, ഒറ്റപ്പെട്ടത്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളെ അവയുടെ നമ്പർ പ്രകാരം അർത്ഥവത്തായി ക്രമീകരിച്ചാൽ യോജിച്ചത് ഏത്? ഇതിപ്പോൾ നമുക്ക് ബിന്ദു എന്ന് പറയുമ്പോൾ 0 ഒരു പോയിൻ്റാണ്. കോണെന്ന് പിന്നെ എത്ര? രേഖ എന്ന് പറയുമ്പോൾ 2 പോയിൻ്റായി. കോണെന്ന് പറയുമ്പോൾ എങ്ങനെയായി? രേഖ എന്ന് പറയുമ്പോൾ 2 പോയിൻ്റായി. കോണെന്ന് പറയുമ്പം എത്ര പോയിൻ്റായി? 3 പോയിൻ്റായി. അപ്പോൾ ഇത്
1 പോയിൻ്റ്, ഇത് 2 പോയിൻ്റ്, ഇത് 3 പോയിൻ്റ്. ത്രികോണം എന്ന് പറയുമ്പോൾ എത്ര പോയിൻ്റായി? ആദ്യം 1 പോയിൻ്റ്, 2 പോയിൻ്റ്, 3 പോയിൻ്റ്. ഇനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരുമ്പോൾ 4 പോയിൻ്റ് ആവും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ആൻസറായിട്ട് വരുന്നത് ആദ്യം ബിന്ദു വരും, ഓക്കെ, പിന്നെ വരുന്നത് രേഖ വരും 3, 1, പിന്നെ വരുന്നത് കോൺ വരും 2, 4. ഓപ്ഷൻ ബി ആണ് വരുന്നത്. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.